കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. എന്തായാലും ഇന്നലെ കൊടുത്ത ഡോസ് ആൾക്ക് ശരിക്കും ഏറ്റിട്ടുണ്ട്. സോറി ആരിസ്ഖാനെ എൻ്റെത് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലേ ഇതല്ലാതെ അപ്പം എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൾ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇന്നലെ അത്രയും പറഞ്ഞതുകൊണ്ട് ആരിസ്ഖ എന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡായി നോക്കിക്കോളും. ജലസിയാണല്ലോ, ഇവിടുന്ന് വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. ആരിസ്ഖ കേട്ട പ്രശ്നമാവും. ഹലോ ഹലോ അമ്മ കേൾക്കണ്ടോ? എൻ്റെ അമ്മ. ഹലോ ആരിസ്ഖ, ഉമ്മ വിളിക്കണത് തീരെ കേൾക്കാനില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് പോയി വിളിച്ചോക്കട്ടെട്ടാ. ഹലോ, ഫോണ് വെക്ക്, ഞാൻ അപ്പം അങ്ങോട്ട് വിളിക്കാം. പുറത്തിറങ്ങട്ടെ എന്നിട്ട് വിളിക്കാം. ആബിയാത്താൻ്റെ ഇൻസ്റ്റേക്ക് ഉണ്ടേ, ഞാനൊരു റീല് ഷെയർ ആക്കിയിട്ടാ. അതിൽ നോക്കേ, നല്ല രസമുള്ള ടോപ്പുകളുണ്ട്. നമ്മളെ നാത്തൂനല്ലേ ആ നിൽക്കണേ? ഫോൺ വിളിച്ച് പറമ്പിലേക്ക് എത്തിയാ? എവിടെ? ഇതേ ആ നിൽക്കണ പറമ്പിൻ്റെ ആ മൂലക്കെ. എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ജനലടച്ചാ കൊതു കയറൂ. അപ്പം അടക്കാം. എങ്ങടെ പോണ് നോക്കട്ടെ. ഏതൊരു ഫിലിമിലില്ലേ ജയറാമ തലയണയും പിടിച്ചിട്ട് ഉറക്കത്തിൽ ഇങ്ങനെ പോണ്, അതുപോലെ ഇപ്പൊ ഫോണും പിടിച്ച് പോക്ക്. ദേണ്ട ആ തലക്കൊക്കെ എത്തിക്കണ്. ഹലോ ആടി പറ. പുതിയ ബിസിനസ്സോ? എന്താ സംഭവം? ഇതുവരത്തെ പോലെ തന്നെയാണോ അതോ അതിലും ലാഭമുള്ള കേസാണോ? ഈ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ പറ, ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. രാത്രിക്കൊക്കെ ഇനി ചോറ് വെക്കേണ്ടി വരും. ഇറച്ചിയേ ഇജ്ജ് നോക്കിക്കണഞ്ഞ് ബാക്കിയുണ്ടോന്ന്. ചോറും കറിയൊക്കെ ബാക്കിയുണ്ട് മാ. മീൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊക്കെ പോരെ? ബാക്കി ഉണ്ടെങ്കിൽ അത് മതി. ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, അതമ്മ ചോദിച്ചത്. മീൻ ഫ്രിഡ്ജിലാണെങ്കിലേ പുറത്തേക്ക് വെച്ചാളെ, നമുക്ക് വൈകുന്നേരം പൊരിക്കട്ടാ. വെക്കാം. നിങ്ങൾ ഊരവേദന എങ്ങനെ ഉണ്ട് ഉമ്മ? കുറവുണ്ടാ? ഇപ്പൊ കുറേ മാറ്റം തോന്നുന്നുണ്ട്. ഇനി കെടുക്കാൻ നേരാകുമ്പോഴേ ഒന്നും കൂടി തൈലം തേച്ചിങ്ങാണ്ട് ചൂട് പിടിച്ചാൽ മതി. നേരം വെളുക്കുമ്പോഴത്തേന് പൂർണ്ണമായിട്ടും മാറിക്കോളൂ. കുറച്ച് മാറ്റുണ്ടെങ്കിൽ നാളെ തൊട്ടിട്ട് ഡ്യൂട്ടിക്ക് കയറുകയല്ലേ. സകല പണി ഏറ്റെടുത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്താലല്ലേ ഇപ്പൊ കിടന്ന പോലെ പെട്ടെന്ന് അങ്ങ് സൈഡാവാൻ പറ്റുള്ളൂ. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. വെറുതെ ഇരിക്കാന്നുള്ളതേ നമ്മളെ മനെ കൊണ്ട് പറ്റണ പണിയല്ലല്ലോ. ഇരിക്കണ്ട, എന്നും പ്രായം 18 നമ്മളമ്മയുടെ വിചാരം. നമുക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. കുറച്ചൊക്കെ അവനാന്റെ പ്രായം കൂടി നോക്കണം. അല്ലാച്ച ഇന്നലത്തെ പോലെ അമ്മോ അപ്പോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ കിടക്കേണ്ടി വരും. ഈ പറയും പോലെ ഒന്നല്ല. വയ്യാന്ന് പറഞ്ഞിട്ടൊരു മൂലക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോഴാവും ഇതിലും വലിയ തെണ്ണും കേടും വരും ഉണ്ടാവുക. പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തടിക്കൊരു സുഖം തന്നെയാണ്. ഇന്നിപ്പോൾ എൻ്റെ ഊരോണ്ട് തീരെ വയ്യാത്തോണ്ടാ ഞാൻ ഇങ്ങനെ കിടന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഇങ്ങനെ അടുങ്ങറ കെടുക്കാനും വെറുതെ ഇരിക്കാനും ഒന്നും പറ്റണ കാര്യമല്ല. ഒന്നും ചെയ്യാണ്ടിരിക്കണം എന്നല്ല അമ്മ പറഞ്ഞത്. പക്ഷെ എങ്കിൽ പ്രായം ആവണേനനുസരിച്ചേ കുറച്ചൊക്കെ നിങ്ങളെ തടിയും കൂടി നോക്കി, അല്ലാന്നുണ്ടെങ്കിൽ പറ്റ കെടുപ്പിലാവും. ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ, നല്ലോണം വെയ്യാണ്ടായിക്കണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലായിക്കണ്.
അല്ലാതെ നിങ്ങളിപ്പോ ഒരു മൂലക്ക് ഇങ്ങനെ ഒതുങ്ങി കിടക്കൂലല്ലോ. ഒരു പണിയില്ലെങ്കിൽ അർഷിയെ മരം കുലുക്കി ചമ്മല വീഴ്ത്തിട്ട് അത് അടിച്ചൊരുമ്മ. അത് അമ്മയുടെ സ്വഭാവം. ഇജാ ജനൽ അടക്കടി കുട്ടിയെ, കൊതു കയറിയടി, കുട്ടിനെ കടിക്കൂ. അയ്യോ മറന്ന്. നമ്മളെ നാത്തൂന്റെ നിന്ന ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്നിട്ടയക്കണ്. എന്തോ കാര്യമായിട്ടുള്ള വർത്താനം തന്നെയാണ്. ആരോടാണാവോ? ആ പോയി ചോദിച്ചോക്ക്. നിങ്ങൾ തമ്മിലിപ്പോ നല്ല കമ്പനിയല്ലേ? ചോദിക്കേണ്ട താമസേ ഉള്ളൂ. അല്ലേലോ ഇന്നെ കൊന്ന് തിന്നാനുള്ള ദേഷ്യമുണ്ട് അവൾക്ക്. ചിലപ്പം പെരയുള്ള ആർക്കെങ്കിലും ആയിരിക്കും. എന്നാലും ആ കുട്ടി എന്തിനാ അവിടെ പോയിന്ന് വർത്താനം പറഞ്ഞില്ലേ? എന്തായാലും കുറെ ടൈമായി തുടങ്ങിയിട്ട്. നമ്മളാരും കേൾക്കാൻ പറ്റാത്ത കോളാ തോന്നുന്നു. അത് അത്രയും ദൂരെ പോയി നിൽക്കുന്നത്. ആ ഇന്ന് പറമ്പിന്റെ മൂലൊക്കെ, മറ്റേത് ചിലപ്പം കാണാൻ റോഡിന്റെ സൈഡിലൊക്കെ പോയി നിൽക്കണ്. ഇന്നാൾ അവിടെ പോയി നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ കുട്ടി ആ റോഡ് സൈഡിൽ പോയി നിന്നിട്ട് വർത്താനം പറഞ്ഞെന്ന്. അപ്പോൾ പറഞ്ഞു ഓളെ ഫോണിന് ഇവിടത്തിൻ്റെ ഉള്ളിൽ തീരെ റേഞ്ച് ഇല്ല, അവിടെ പോയി എന്നാലേ കുട്ടിയുള്ളൂ എന്ന്. അത് ശരി, അപ്പം എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഞാൻ വിചാരിച്ച് ഇന്ന് സംസാരിച്ചാണ് അങ്ങോട്ട് എത്തിയതാണ് എന്ന്. അതെന്താ ഓളെ ഫോണിന് മാത്രമേ റേഞ്ച് ഇല്ലായ്മ? ഇവിടെ നമ്മളൊക്കെ ഫോണിന് നല്ല റേഞ്ച് ഉണ്ടല്ലോ. എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ട്. ആ ഇനി ടൈമ് പിടിച്ചു തുടങ്ങിക്കോ അന്വേഷണം. ഓൾക്ക് പറ്റിയ പണിയില്ലമ്മ, പോലീസിലാണ്. ഇന്നാ കുറേ തെളിയിക്കാത്ത കേസുകൾ തെളിഞ്ഞു കിട്ടീന്ന്. ഓളിവിടെ കാട്ടിക്കൂട്ടുന്ന വെച്ച് കാണുന്നില്ലേ? 2 ദിവസമായിട്ടേ ഓളിപ്പോൾ ആ പെണ്ണിന്റെ പിന്നാലെ ഓരോന്ന് ചെയ്യിപ്പിക്കാനും പറയാനായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് അടുത്ത പ്രശ്നം എന്തെങ്കിലും ആ പെണ്ണുണ്ടാക്കുമെന്നാ എനിക്ക് പേടി. ഞാനായിട്ടൊന്നും കണ്ടെന്ന് വെക്കലെന്നില്ല. ഇവള് വന്നതിന് ശേഷം ഇപ്പോൾ പറഞ്ഞ് പണിയെടുപ്പിക്കണ പോലെ എടുപ്പിക്കണുണ്ട്. എന്തിനാണാവോ അതൊക്കെ കേട്ടുകാണ്ട് നടക്കണത്? അവക്കപ്പാടും ചേർന്നിട്ട് ഏത് നേരത്താണാവോ അടുത്ത പൊട്ടിത്തെറി ഉണ്ടാവാൻ പോണത്? അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അങ്ങോട്ട് തെറിക്കട്ടെ. ഞാൻ അവളെ കൊണ്ടേ ഒറ്റക്കൊന്നും പണിയെടുപ്പിക്കുന്നില്ലല്ലോ, കൂടെ ഞാനും അതുപോലെ ചെയ്യുന്നില്ലേ? പിന്നെന്താ? അല്ല ഞാനിപ്പോൾ വരട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഇജെടുക്ക? അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഒരു കാര്യം ചെയ്യേ, അവളെ ഫോൺ വിളി കഴിയുകയാണെങ്കിൽ അപ്പം എൻ്റെ ഫോണിലേക്ക് മിസ് കോൾ അടിക്കണം. മിസ് കോൾ അടിക്കേ? ഇജെന്തൊക്കെയായി പറഞ്ഞേ? എന്താന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം അവളെ ശരിക്കും വാച്ച് ചെയ്യണേ. അവളെ ഫോൺ വിളി കഴിഞ്ഞെന്ന് തോന്നുവെച്ചാൽ അപ്പം എനിക്ക് മിസ് കോൾ അടിക്കണം ട്ടാ. ഇജ് എന്തിനുള്ള പുറപ്പാട് ഹർഷേ? മിണ്ടാണ്ടിരിക്കുമ്മ, ഞാനിപ്പോൾ വരാം. ഇജോട് ഹാരിസിന്റെ അടുത്ത് കാണാം. ഹർഷേ എന്തൊക്കെ ആബിളി കാട്ടിക്കൂട്ടുന്നത്? എന്തിനുള്ള പുറപ്പാടങ്ങൾ രണ്ടാളും കൂടി? ഇതിപ്പോൾ എന്താന്ന് നിൽക്കും മനസ്സിലായില്ല. എന്തായാലും നിങ്ങൾ ബേജാറാവാണ്ടിരിക്കേ. എന്തെങ്കിലും ഒരു കാര്യം മുന്നിൽ കാണാണ്ട് അർഷ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടൂല. നിങ്ങളാ ജനലിൻ്റെ അവിടേക്കൊന്ന് നോക്കി ഓളെ ഫോൺ വിളി ചെയ്യുകയാണെങ്കിൽ പറയും, ഞാൻ അർഷയ്ക്ക് മിസ് കോൾ അടിക്കാം. എനിക്ക് വയ്യാത്ത ഈ പെണ്ണിനെ കൊണ്ട് കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ. ആരിസ്ക തുറന്നോ? ആരിസ്ക ബിസിയാണോ? അല്ല, എന്തേ? അത് പിന്നെ ആരിസ്ക ഫ്രീ ആണിച്ചാ എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു. എന്താടി ആയോ? ആരിസ്ഖാനിപ്പോൾ നല്ലപോലെ ഒന്ന് കാണണമെങ്കിലും സംസാരിക്കണമെങ്കിലും അപ്പോയിൻമെന്റ് എടുക്കേണ്ട അവസ്ഥയായല്ലോ. എന്താ ഇപ്പോൾ റൂമിൽ തന്നെ ഇരിക്കണേ? താഴേക്കൊന്നും വരണോ കാണാനില്ല. എന്താ ആരിസ്കക്ക് പറ്റിയേ? പണ്ടത്തെ ആരിസ്കയല്ലല്ലോ ഇത്തവണ ഞാൻ വന്ന് കണ്ടപ്പോൾ. ആകെ മൊത്തത്തിലൊരു മാറ്റം. മാറിപ്പോയത് ഞാനല്ല, നിങ്ങളാ. എന്റെ കല്യാണം കഴിയുന്നവരെ നിങ്ങൾക്ക് വലിയ ജീവനായിരുന്നു ഞാൻ. ഇപ്പം നിങ്ങളൊക്കെ വലിയ ആൾക്കാരെ, ഇപ്പം എല്ലാം ഒരുപാട് മാറ്റങ്ങളായിപ്പോ നിങ്ങൾക്കൊക്കെ. ഞങ്ങൾ മാറിയേ? ആരിസ്ക എന്തൊക്കെയായി പറഞ്ഞേ? ആരിസ്കയല്ലേ ഇപ്പോൾ പണ്ടത്തെ പോലെ ഞങ്ങളോടൊന്നും കളിച്ച് ചിരിച്ച് സംസാരിക്കാത്തതും താഴെ വന്നിരിക്കാത്തതും ഒക്കെ? പണ്ട് നമ്മളെ വീട്ടിൽ എന്തൊരു രസമായിരുന്നു ആരിസ്ക. എല്ലാവരും കൂടിയിട്ടുള്ള കുക്കിങ്ങും സംസാരവും എന്തു രസമായിരുന്നു അതൊക്കെ. എന്ത് സന്തോഷമായിരുന്നു അന്നൊക്കെ. ഇപ്പം എന്താ പറ്റിയത്? ഞാൻ ഈ കിച്ചണിലൊക്കെ വരാതിരിക്കുന്നതും ഈ റൂമിലൊക്കെ ഒതുങ്ങി കൂടിയിരിക്കുന്നതും നിങ്ങളെ സന്തോഷം കളയണ്ടെന്ന് വെച്ചിട്ടാ.
ഞങ്ങളെ സന്തോഷം കളയേ? ആരിസ്ക കിച്ചണിൽ വന്നിരിക്കണതും ഇവിടെ തന്നെ റൂമിൽ ഇരിക്കണതും ഒക്കെ ഞങ്ങളെ സന്തോഷം എങ്ങനെ കളയണത്? വേണ്ട ഹർഷേ, നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ നടക്കണ കാര്യങ്ങളോ? ആരിസ്ക എന്താ പറയണത്? ഒന്ന് തെളിച്ച് പറ. സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് വരണ്ടിന്നില്ലാന്നായിപ്പോയി. ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനം മൊത്തം പോയി. നിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ ആരിസ്ക. ആരിസ്ക അവിടെ എവിടെയും തൊടാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാര്യം എന്തൊക്കെയാ ഒന്ന് തുറന്നു പറ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് സമാധാനം പോവാനായിട്ട് ഇവിടെ എന്തേ ഉണ്ടായത്? ആരിസ്കാന്റെ മനസ്സിലെന്താ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നക്കായും മുന്നേ നിങ്ങൾ എല്ലാവരും പോയി അവളെ കണ്ടതല്ലേ? ഇപ്പം എന്താ അവൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവളെന്താ പറ്റായി? ഞങ്ങൾക്ക് കുഞ്ഞോളെ പറ്റിയോ? ആര് ആരിസ്കാട് പറഞ്ഞത്? കുഞ്ഞോൾ അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞേ. ആരിസ്ക, ദയവ് ചെയ്തിട്ട് സത്യം പറയണം. കുഞ്ഞോട് ഞങ്ങളെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങളോട് ആരിസ്കാക്ക് ശരിക്കുള്ള സ്നേഹം ഉണ്ടിച്ചാ ഇനി ഒന്നും ഒളിച്ചു വെക്കാണ്ട് പറ. മനസ്സിൽ ഓരോന്ന് വെക്കണക്കായി നല്ലതല്ലേ തുറന്നുള്ള കാര്യങ്ങൾ പറയണത്. എന്താ ആരിസ്ക, എന്താ കുഞ്ഞോട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഞാനൊരു കാര്യം ചോദിച്ചാ ആരിസ്ക എന്നോട് സത്യം പറയണം. ഞാൻ ആരിസ്കാക്ക് ചേരാത്തൊരു പെണ്ണായിട്ട് ആരിസ്കാക്ക് തോന്നണുണ്ടാ? എന്നെ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയല്ലേ ആരിസ്ക അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഇതെന്തായി പറഞ്ഞത്? എനിക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ള എനിക്ക് തോന്നുന്നുണ്ടോ? ആരിസ്കാക്ക് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ലയെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഇക്കാക്ക് മാത്രം സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവർക്കൊക്കെ വെറുപ്പായിങ്ങാണ്ട് ഇക്ക മാത്രം എന്നെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടാവാനാ? ഇതെന്താ പറഞ്ഞു കുഞ്ഞോളെ? ഇവിടെ ആർക്കാണ് എന്നോട് സ്നേഹമില്ലാത്തുള്ളത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇക്കാനോട് ഇതിനെ പറ്റി പറഞ്ഞെന്ന് വിചാരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇക്കാക്ക് വെറുതെ ഉള്ള സമാധാനം കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നിരുന്നത്. പക്ഷേ ഇപ്പം ഒക്കെ പോവാറായി തുടങ്ങുമ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയാവും അവിടെ നിൽക്കാൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആബിദാത്തി ഹർഷയും കൂടി എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടപ്പോൾ അപ്പം തന്നെ ഇക്കാനോട് വന്ന് പറയണമെന്നാ ആദ്യം തോന്നിയത്. പിന്നെ തോന്നി വെറുതെ ഈ പോവാൻ അടുപ്പിച്ചിട്ട് ഇക്കാനെ ടെൻഷനാക്കണ്ടല്ലോ എന്ന്. ഞാനിവിടെ വന്ന സമയം തൊട്ടേ ഇമ്മാക്കും ആബിദാത്താക്കൊന്നും എന്നെ തീരെ ഇഷ്ടമായിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും ഇമ്മ അതിന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തി ആബിദാത്തോട് പറഞ്ഞത് കേൾക്കാം എപ്പോഴും. ഓൾക്ക് എങ്ങനെ വന്നാലും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ശരിക്കും മനസ്സിലായി. എന്ത് ചെയ്താലും എത്ര പണിയെടുത്താലും എപ്പോഴും കുറ്റം മാത്രം ബാക്കി. ഇപ്പം അർഷി വന്നതിനാൽ ഇമ്മാക്കിനിപ്പം തീരെ പറ്റണില്ല. ഒരിക്കലും മകനെ സ്നേഹിക്കണ പോലെ മരിയോളെ സ്നേഹിക്കാൻ പറ്റൂല എന്ന് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. അതിന് നമ്മൾ എത്ര അങ്ങോട്ട് സ്നേഹിച്ചാലും ആ സ്നേഹം ഓരങ്ങോട്ട് തിരിച്ചു തരൂല്ല. ഒക്കെ പോട്ടെ, ഞാൻ അന്ന് വെയ്യാണ്ട് കിടന്നപ്പോൾ ഒരു നുള്ളു വെള്ളം തരാൻ പോലും ഇമ്മേ ആബിത്താത്തെ എന്താ ഞാൻ കെടുക്കണമെന്ന് പോലും ചോദിച്ചില്ലല്ലോ. അതൊക്കെ നേരിട്ട് കണ്ടതല്ലേ. അങ്ങനെയൊക്കെ ഇല്ലാഞ്ഞപ്പോൾ എത്ര കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിക്കണമെന്നറിയോ? ഒന്നും ഞാൻ ഇക്കാരോട് പറയാതിരുന്നതാ. നീ പറ, മാറിപ്പോയത് ഞാനാണോ നിങ്ങളാണോ? ഇപ്പോൾ 2 ദിവസം കൂടി കഴി കഴിഞ്ഞാൽ ഞാൻ പോകാനായി. എന്ത് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിർത്തി പോവാ അവളെ? മനസ്സിലായി ആരിസ്ക, ഇപ്പം ശരിക്കും മനസ്സിലായി. ആരിസ്കാക്ക് കുഞ്ഞോളെ ഞങ്ങളെടുത്ത് നിർത്തിപ്പോവാൻ മാത്രം പേടിയുള്ള രീതിക്കായി കാര്യങ്ങളില്ലേ? അപ്പം ശരിക്ക് മാറിപ്പോയത് ഞങ്ങളല്ല, ആരിസ്കയാണ്. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്ന് ഹർഷജി പറഞ്ഞത്? എന്ത് ചെയ്തെന്നോ? നല്ല കാര്യമായി. ഞങ്ങളെയും ഉമ്മാനെയും കുറിച്ചിട്ട് കുഞ്ഞോൾ ആരിസ്ഖാനോട് ഇത്ര തോന പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒരു തവണയെങ്കിലും ആരിസ്ഖാക്ക് ഞങ്ങളോട് ഉമ്മാനോടൊന്ന് ചോദിക്കാൻ തോന്നിയോ? ഞാൻ അന്ന് തന്നെ അത് ചോദിക്കാൻ വന്നതാണ്. അപ്പോഴാണ് കുഞ്ഞോള് പറഞ്ഞത് ഇനി അത് ചോദിച്ചിട്ട് വലിയ പ്രശ്നമാക്കാൻ നിൽക്കണ്ടെന്ന്. അപ്പോൾ ആരിസ്ഖ
ഞങ്ങളും ഉമ്മയൊക്കെ അവളോട് ആ രീതിയിലേക്കൊക്കെ പെരുമാറണമെന്ന് അങ്ങനെ വിശ്വസിച്ചു അല്ലേ? എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ആരിസ്ക പഴയ ആരിസ്കല്ല, ഒരുപാട് മാറിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ആരിസ്ക ഇതൊന്നും മനസ്സിൽ വെക്കുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആരിസ്ക നമ്മൾ ജീവിച്ചത്. എന്തുണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്തിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോയിരുന്നൊരു വീടല്ലേ നമ്മളത്. എങ്ങനെ ആരിസ്ക എങ്ങനെയൊക്കെ ആയത്? ഞാൻ പറയുന്നത് ആരിസ്കാക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരിക്കലെങ്കിലും എന്നോടോ ആബിത്താത്താടോ ഇമ്മാനോടോ ആരോടെങ്കിലും ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കായിരുന്നിച്ചാൽ ആരിസ്കാൻ്റെ ഉള്ളിൽ ഞങ്ങളെക്കുറിച്ച് ഇത്ര തോനെ തെറ്റിദ്ധാരണ ഉണ്ടാവുമായിരുന്നില്ല. ഏത് കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ തീർക്കണം ആരിസ്ക. അല്ലാന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ ഒരുപാട് അകന്നു പോവും, പ്രശ്നങ്ങൾ ഒരുപാട് വലുതാവും ചെയ്യും. അതപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായത്. ഞാൻ പറയുന്നത് കേട്ട് ആരിസ്ക വിശ്വസിക്കണ്ട. ആരിസ്കാൻ്റെ ഉള്ളിൽ കുഞ്ഞോളിപ്പോൾ നല്ല സ്നേഹനിധിയായ ഒരു ഭാര്യയും നമ്മളമ്മാനെ നന്നായിട്ട് നോക്കുന്ന ഒരു മരുമോളൊക്കെ അല്ലേ. ആ വിശ്വാസം അതുപോലെ തന്നെ ഇരിക്കട്ടെ. മനസ്സിലായില്ല. നമ്മളെ വീട്ടിൽ യഥാർത്ഥത്തിൽ എന്താ നടക്കണമെന്നുള്ളത് ആരിസ്കാക്ക് ശരിക്കും ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ സംസാരിച്ച കാര്യം ഒരിക്കലും കുഞ്ഞോൾ അറിയരുത്. അത് മാത്രം പോരാ, നാളത്തെ പകൽ മുഴുവൻ കുഞ്ഞോളവിടെ ആക്കിയിട്ട് ആരിസ്ക എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. തിരിച്ചു വരുമ്പോൾ നമ്മളെ വീട്ടിൽ ഇത്രയും കാലം എന്താ നടന്നിരുന്നതെന്നുള്ളത് ആരിസ്കാക്ക് ശരിക്കും മനസ്സിലാവും. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ സംഭവം കൊള്ളാലോ. വേണ്ട വേണ്ട, ഞാനാണ് അറിയിക്ക കാര്യങ്ങൾ. ആരിസ്ക മറ്റന്നാൾ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ വഴിക്ക് തന്നെ ചെയ്യാം. ഇല്ലടി, മിക്കവാറും ആരിസ്ക പോയി കഴിഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഞാനും പോവുണ്ടാവും. പിന്നെ ഇല്ലാണ്ടേ, ഞാൻ ആരാ മോള് നിനക്കറിയാലോ മോളെ. ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. മോള്, ആരിസ്കാൻ്റെ ഉമ്മാൻ്റെയും പെങ്ങന്മാരും കൂടെ ഇപ്പം എന്നെ നിർത്തി പോവാൻ പോലും ആരിസ്കാക്ക് പേടിയാണ്. ആ രീതിയിലാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എവിടുന്ന്, ഞാൻ ചരട് വലിക്കണതിനനുസരിച്ചിട്ടേ തുള്ളുന്നൊരു പാവ മാത്രമാണ് മോള് ആരിസ്ക. ആ രസം വേറെ പറയാണ്ടോ? ഇല്ല, മോളിലുണ്ട്. ഞാൻ ഇന്നലെ ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ടെൻഷനിലാ. എന്തായാലും ആൾ പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ആടി, അതുപോലെയാണ് കാര്യങ്ങൾ വെച്ചാലേ നിനക്ക് പിന്നെ ഗോൾഡ് വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സംഭവം അതുപോലെ തന്നെ അവിടെ നിന്നോട്ടെ. അതിൻ്റെ ഇരട്ടി ലാഭം കിട്ടുകയെന്ന് വെച്ചാൽ നമുക്കെന്താ പ്രശ്നം? ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ മറ്റന്നാൾ ആരിസ്ക പോയി കഴിഞ്ഞിട്ട് വിളിക്കാം. ഇപ്പോൾ കൂടുതൽ ടൈം മാറി നിന്നിട്ടുണ്ടെങ്കിൽ സീനാവും ചിലപ്പോൾ. ഇവിടെ ഒരു കുരിശുണ്ട്, കുറേ ദിവസമായി മോളെ ഞാൻ സഹിക്കണം. ആരിസ്കാൻ്റെ ചെറിയ അനിയത്തി വന്നിട്ടുണ്ടല്ലോ, ഞാൻ നാളെ പറഞ്ഞില്ലേ. 2-3 ദിവസമായിട്ട് ഓളിനെ കൊണ്ടുവിടുന്ന് പണി ടിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്തിന് ഓളെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എപ്പോഴാണാവോ എൻ്റെ ക്ഷമ നശിച്ച് കയ്യിൽ നിന്ന് കിട്ടാൻ പോണത്. ഇനി ഓൾക്കിട്ട് ഒന്ന് പൊട്ടിച്ചാലും ആരിസ്കൊന്നും ചോദിക്കാൻ പോണില്ലടി പെണ്ണേ. ഇവിടെ ആരിസ്കാന് ഉമ്മാനെയും പെങ്ങന്മാരെയും ഒക്കെ ഞാൻ ഒതുക്കേണ്ട രീതിയിൽ ഒതുക്കിയിട്ടുണ്ട്. ആരിസ്കാൻ്റെ മുന്നിൽ നിക്ക് കിട്ടിയ 2 നാത്തൂമാരും അമ്മായിമ്മയും മഹാദുഷ്ടത്തികളാണ്. പോരടിക്കുന്ന അമ്മായിമ്മ പോരെ കാണിക്കണ അമ്മായിമ്മ, എന്നിട്ട് ഇടങ്ങറാക്കണ 2 നാത്തൂമാരും പോരെ. ആ വിധ പേടിയൊന്നും ഇപ്പോൾ കുഞ്ഞോൾക്കില്ല മോളെ. കാരണം എന്താണെന്നറിയോ, ആരിസ്ക്കിപ്പോൾ ഞാൻ ചരട് വലിക്കണതിനനുസരിച്ച് തുള്ളുന്നേ ഒരു പാവ മാത്രമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും പച്ച വെള്ളം പോലെ അങ്ങ് വിശ്വസിച്ചോളൂ. ഇത് വെറും കെട്ടുകഥ മാത്രമല്ല, ഇന്നും പല കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ സത്യമാണ്. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ ഈ 2 നാത്തുമാർക്കിടയിൽപ്പെട്ട് ആരിസ് ഇനി എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ കാണും വരെ മസ്സലാമ.